ഹലോ, വെൽക്കം ബാക്ക് ടു റുവ വേൾഡ്. ഇന്നത്തെ വീഡിയോ ക്രോഷ്യ ടുലിപ്പ് ഫ്ലവർ കീ ചെയിനിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടുലിപ്പ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ക്രോഷ്യയുടെ കുറച്ച് ബേസിക് സ്റ്റിച്ചസ് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബേസിക് സ്റ്റിച്ചസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള യാൺസ് ഏതൊക്കെയാണെന്ന് പറയാം. ഞാനിവിടെ വൂളം യാണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ആക്രിലിക് ആണോ കോട്ടൺ ആണോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ ഒരു വൂളൻ യാണാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് 20 രൂപയുടെ യാണാണ്. പിന്നെ അതിന് മാച്ചായിട്ട് ഇവിടെ 2.0 mm ഹുക്കും ഇതുപോലൊരു ത്രെഡ് കട്ടറും എടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാ നമ്മൾ കത്രിക ആയാലും മതി. പിന്നെ ടുലിപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഫൈബർ ഫില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിച്ച് മാർക്കർ കേട്ടോ. സ്റ്റിച്ച് മാർക്കർ ഇല്ലാത്തുണ്ടെങ്കിൽ സേഫ്റ്റി പിന്നായാലും മതി. ഇനി നമുക്കിത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മാജിക് റിങ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഫിംഗറിൽ ഇതുപോലെ ഒരു എക്സ് ഷേപ്പിൽ നമ്മൾ യാണൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചുറ്റിയ യാണിൻ്റെ അടിയിലൂടെ ഹുക്കിനെ കടത്തി മറ്റേ യാണിനെ ഇതുപോലെ വലിച്ച് ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതേ നമ്മുടെ ഫിംഗറിന് പതിയെ അതിനൊന്ന് എടുത്തിട്ട് നമ്മളൊരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മൾ മാജിക് റിങ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. വീഡിയോൻ്റെ ഓരോ ഭാഗത്തും ചിലപ്പോൾ ക്ലാരിറ്റീൻ്റെ നല്ല ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങൾക്ക് വീഡിയോ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മാജിക് റിങ് ചെയ്തതിന് ശേഷം നമ്മൾ മാജിക് റിങ്ങിലേക്ക് നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ടുലിപ്പിൻ്റെ ബേസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യം നമ്മൾ ഹുക്കിനെ ആ ഒരു മാജിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെ ഇട്ട് നമ്മൾ യാണിനെ ഇതുപോലെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അങ്ങനെ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ യാണില്ലേ, വർക്ക് ചെയ്യാത്ത ആ ഒരു യാണിനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റർ ഭാഗം ക്ലോസ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ചെയിനുള്ള ഭാഗത്ത് ഒരു സ്റ്റിച്ച് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലുള്ള നമുക്ക് ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും അവിടെ കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. അതായത് ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിലേക്ക് തന്നെ 2 തവണ ചെയ്യുന്നതിനെയാണ് ഇൻക്രീസിങ് ചെയ്യുന്നത്. അതായത് നമ്മൾ റൗണ്ട് കൂട്ടി എടുക്കുന്നതിനെയാണ് കേട്ടോ ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ടോട്ടൽ 12 സ്റ്റിച്ചസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും കൗണ്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഫോണിൽ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളതിനെ കൊണ്ട് തന്നെ കുറച്ച് ഭാഗം ചെയ്തിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാത്തവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ച് മാർക്കർ അഴിച്ചിട്ട് നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ വീണ്ടും ഒരു സ്റ്റിച്ച് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഈ ഒരു സ്റ്റിച്ച് മാർക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി പിന്നായാലും മതി. നമ്മൾ 2 ടുലിപ്പ് ഫ്ലവർ ചെയ്യണോണ്ട് തന്നെ ആദ്യത്തെ ഫ്ലവർ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റിച്ചസൊക്കെ കിട്ടാനായിട്ട്. പക്ഷേ രണ്ടാമത്തത് നമുക്ക് തനിയെ ചെയ്യാനായിട്ടൊക്കെ പറ്റും. റൗണ്ട് 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 4 തൊട്ടിട്ട് 8 വരെ നമ്മൾ സെയിം പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് റൗണ്ട് 4ൽ ചെയ്യുന്ന പാറ്റേൺ തന്നെയാണ് നമ്മൾ റൗണ്ട് 8 വരെയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് വീണ്ടും അവിടെ ഒരു സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റിച്ചസിലേക്കും ഓരോരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ വീതം എല്ലാ ചെയിനിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെയിം പാറ്റേൺ ആണ് നമ്മൾ റൗണ്ട് 8 വരെ ചെയ്യുന്നത്.
ഇത് നിങ്ങൾക്ക് 10 വരെയൊക്കെ കൂട്ടിയെടുക്കാം. നമ്മളെ ടുലിപ്പ് ഫ്ലവറിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 8 വരെയാണ് ചെയ്യുന്നത്. ഇതുവരെ ചെയ്തതെല്ലാം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഫുൾ റൗണ്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറേജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഫുള്ള് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ 8 റൗണ്ട് വരെ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരിക നമ്മളെ ടുലിപ്പ് ഫ്ലവറിൻ്റെ ബേസ്. ഇനി നമുക്കിതുപോലത്തെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് ഫാസ്റ്റനിങ് ഓഫ് ചെയ്തിട്ട് നമ്മളെ യാണിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെയിൻ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നമ്മളെ യാണിനെ ഒന്ന് കുറച്ചൊരു നീളത്തിൽ തന്നെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഫ്ലവറിൻ്റെ ബേസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കറും ഊരിയെടുക്കാം. ഇതുപോലത്തെ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവറിൻ്റെ നല്ല സ്റ്റിച്ച് ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ ഉള്ളത്, കുറച്ചൊക്കെ ഒരു ഫിനിഷിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ള ഭാഗം പുറത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വൃത്തിക്കുള്ള സ്റ്റിച്ചസായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിലേക്ക് വേണ്ട ലീഫും സ്ട്രിങ്ങും ചെയ്തെടുക്കാനുണ്ട്. ആദ്യം നമുക്ക് ലീഫ് സെറ്റ് ചെയ്തെടുക്കാം. ലീഫ് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളെ കയ്യിൽ യാണ് ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇടാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ 19 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഹുക്കിന് യാണോർ ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട ലൂപ്പിൽ കൂടെ ആ ഒരു യാണിനെ വലിച്ചെടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ ആകൃതി ഒരു വി ഷേപ്പിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇനി നമുക്ക് ബാക്കി ചെയിനും കൂടെ ചെയ്ത് കൊടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 19 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഹുക്കിനെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് യാണോവർ ചെയ്തെടുക്കുക. ഇതുപോലെ ഹുക്കിൻ്റെ മുകളിലായിട്ട് 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ യാണോവർ ചെയ്തിട്ട് ആ ഒരു 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇതുപോലെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഹുക്കിനെ യാണോവർ ചെയ്തിട്ട് നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കടത്തി യാണോവർ ചെയ്തെടുക്കുക. ഇതുപോലെ 3 ലൂപ്സ് കിട്ടും. എന്നിട്ട് നമ്മളിത് വീണ്ടും യാണോവർ ചെയ്തിട്ട് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 5 സ്റ്റിച്ചിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഹുക്കിനെ യാണോവർ ചെയ്തിട്ട് ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഇതുപോലെ 3 ലൂപ്സ് ഉണ്ടാവും. യാണോവർ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. വീണ്ടും യാണോവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഈ ഒരു സെയിം സ്റ്റിച്ചാണ് നമ്മൾ ബാക്കി 4 ചെയിനിലേക്ക് ചെയ്യാൻ പോകുന്നത്. അഞ്ച് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യയും ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ഇപ്പുറത്തെ സൈഡിലേക്കും ചെയ്യാനുണ്ട്. ആദ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ 5 ഡബിൾ ക്രോഷ്യ, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ചെയ്തു പോവുക. ഇപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഹാഫ് ഭാഗമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി ഒരു സൈഡും കൂടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ വെച്ച് സ്റ്റോപ്പ് ചെയ്തല്ലോ, ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു ലൈനായിട്ട് കണ്ടോ. അപ്പോൾ ഈ ഓരോ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് ഈ ഒരു സ്പേസിലേക്ക് നമുക്ക്
ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ആദ്യം ചെയ്ത അതേ സെയിം പാറ്റേൺ തന്നെയാണ് 5 ഡബിൾ ക്രോഷേ ചെയ്യുക ഓരോ സ്റ്റിച്ചിലേക്കും. അപ്പം നമ്മൾ ലീഫിൻ്റെ ഹാഫ് ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഫാസ്റ്റനിങ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി ത്രെഡിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ലീഫ് ചെയ്യാനായിട്ട്. സിമ്പിളാണ്. അപ്പോൾ ലീഫ് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്ട്രിങ് ചെയ്യാനായിട്ട് ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 15 ചെയിനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 50 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയിൻസിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 15 ചെയിനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ട്രിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഫാസ്റ്റനിങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലീഫ് ചെയ്തതിൻ്റെ ബാക്കി ഒരു യാണ് ഉണ്ടാവുമല്ലോ, ആ ഒരു യാണിനെ നമുക്ക് അതിലേക്കൊന്ന് തുന്നി കൊടുക്കണം. എന്നിട്ട് ബാക്കി വരുന്നതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു സൈഡിലുള്ള യാണിനെ നമുക്ക് നമ്മളെ നീഡിൽ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ലീഫിനെ ബാക്കിൽ നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്, തുന്നി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള യാണിനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് അഴിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ട്രിങ്ങിനെ നമ്മൾ ലീഫിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഒരു സൈഡത്തെ യാണ് നമ്മൾ നീഡിൽ കോർത്തെടുക്കുക. എന്നിട്ട് ഇതേ ലീഫിൻ്റെ സെൻട്രലായിട്ട് നമ്മളിതുപോലെ കോർത്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റേ സൈഡും ഇതുപോലെ തന്നെ നീഡിൽ കോർത്തെടുത്തിട്ട് ലീഫിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ കോർത്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രിങ് ലീഫിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ട്യുലിപ്പിലേക്ക് കോർത്തെടുക്കണം. ട്യുലിപ്പിൻ്റെ ആ ഒരു സെൻറ്ററിലൂടെ നമ്മൾ നീഡിലിനെ കോർത്തെടുക്കുക. എന്നിട്ട് ഇതേ നമ്മൾ ട്യുലിപ്പിൻ്റെ ആ ഒരു യാണുണ്ടല്ലോ, ഉള്ളിലുള്ള യാണ്, അതിനെ കൂട്ടി ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ 2-3 തവണ നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക, കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള യാണിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ഫ്ലവർ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതും നമ്മൾ ഇതുപോലെ കോർത്തിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫൈബർ ഫില്ല് ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫൈബർ ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ കട്ട് ചെയ്തിട്ടുള്ള യാൺസോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സാധാ കോട്ടൺ ഫൈബറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേ ട്യുലിപ്പിൽ ഉണ്ടാവുന്ന ആ ഒരു യാണിനെ നമ്മൾ നീഡിൽ കോർത്തിട്ട് നമ്മളിതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ട് കാണാം കേട്ടോ. എനിക്ക് എങ്ങനെ ക്ലിയറായിട്ട് പറഞ്ഞു തരണം എന്നുള്ളത് അറിയുന്നില്ല. ഇനി നമ്മൾ ഈ സൈഡൊന്നും ഇതുപോലെ കോർത്തെടുക്കുക. എന്നിട്ട് വലിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ക്ലോസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡൊന്നും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. പിന്നീട് നമ്മൾ യാണിനൊന്ന് സെക്യൂർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ തുന്നിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നീഡിൽ ചുറ്റിയിട്ട് വലിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള യാണിനെ ഈ ഒരു ട്യുലിപ്പിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ നീഡിലിനെ കടത്തി അടിഭാഗത്തേക്കായിട്ട് സൂചി നീഡിൽ ഇറക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളെ ത്രെഡൊക്കെ അഴിഞ്ഞു പോരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സെക്യൂർ ആയിട്ട് തന്നെ നമ്മൾ ഫ്ലവർ നിൽക്കും. ഇനി അത് അഴിഞ്ഞു പോരുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ നമ്മളുടെ 2 ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്യുലിപ്പ് കീ ചെയിൻ ഇഷ്ടപ്പെട്ടാൽ
നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ലീഫ് കണ്ടോ നമുക്ക് മുകളിലേക്കും താഴേക്കും ആക്കിയിട്ടൊക്കെ വെക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്ക് ചാമായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് കീ ചെയിൻ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ക്രോഷ്യ വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.